ഹായ്, സിദ്ദീഖാണ് കൂടെ, കാലിക്കറ്റ് രാമനാട്ടുകര. ഒളിവിയയിൽ 4 വർഷമായിട്ട് നിക്ഷേപമുണ്ട്. ഓരോ മാസവും കറക്റ്റായിട്ട് ലാഭവിഹിതം എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതിലുപരി നിക്ഷേപിച്ച തുകയിൽ നിന്നും എന്തെങ്കിലും ക്യാഷിന് അർജന്റ് ഉണ്ടെങ്കിൽ, ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ കറക്റ്റ് പിറ്റേ ദിവസം 24 ഹവറിൻ്റെ ഉള്ളിൽ ബാങ്കിൽ അക്കൗണ്ടിൽ അവർ ക്രെഡിറ്റ് ആക്കാറുണ്ട്. 4 വർഷമായിട്ട് നല്ല അനുഭവമാണുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ നിക്ഷേപ തുക ഒളിവിയയിൽ ഉണ്ട് എന്ന് പറയുന്നതിലുപരി ഞാൻ വിശ്വസിച്ചേൽപ്പിച്ച ഒരു വിശ്വസ്തനിൽ എൻ്റെ ക്യാഷ് ഉണ്ട് എന്ന് പറയുന്നതിലാണ് എൻ്റെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഷിംജിത്ത്. ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സായി ഒലിവിയയിൽ ഫണ്ട് ഇട്ടിട്ട്. ഒലിവിയ എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ഒരു ഫേമാണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ ഓൺ ടൈം നമുക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. എല്ലാ മാസവും 5-ാം തീയതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5-ാം തീയതി തന്നെ അത് ക്രെഡിറ്റ് ആവുന്നുണ്ട്. പിന്നെ അവരെ സപ്പോർട്ടിങ് രാമനാട്ട് ബ്രാഞ്ചാണ് ഞാൻ ചെയ്യുന്നത്. വളരെ നല്ല സപ്പോർട്ടിങ് ടീമാണ് അവിടെ ഉള്ളത്. ഒളിവിയ ഗ്രാമീൺ ക്രെഡിറ്റ്സ് എന്ന ഫിനാൻഷ്യൽ കമ്പനി യുമായിട്ട് എനിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള അസോസിയേഷനുണ്ട്. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, അതൊരു സ്വയം പര്യാപ്തത ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന, മറ്റ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണെന്ന് മനസ്സിലായി. ഞാൻ ഇത്രയും നാൾ പല നിക്ഷേപങ്ങളൊക്കെ ചെയ്തപ്പോഴൊക്കെയും വളരെ കൃത്യമായി തന്നെ അതിൻ്റെ ക്ലോഷർ നടത്തുകയും അതുപോലെ തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് അവർ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആസ് എ കസ്റ്റമർ എനിക്ക് വളരെ നല്ല ഒരു അഭിപ്രായമാണുള്ളത്. അവർ ഇത് കൂടാതെ തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്കും യുവാക്കൾക്കുമൊക്കെ പലതരത്തിലുള്ള ബിസിനസ് ലോണുകളും അതുപോലെ തന്നെ പേഴ്സണൽ ലോണുകൾ, ഗോൾഡ് ലോൺ സംവിധാനം, വെഹിക്കിൾ ലോൺ സംവിധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ സ്ഥാപനത്തിൻ്റെ അധികാരികൾ ഈ രംഗത്ത് വളരെയധികം പരിചയമുള്ളവരും അതുപോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിച്ച് കിടക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഈ സ്ഥാപനത്തോടുള്ള അടുപ്പത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ജോജു. ഞാൻ നാട്ടിൽ സെറ്റിലായിട്ട് കുറച്ച് നാളായി. ബോംബെയിലായിരുന്നു. റിട്ടയർമെൻറ്റിൽ കിട്ടിയുള്ള കുറച്ച് പൈസ വന്നിട്ട് ഒളിവിയെ പറ്റി കേട്ടപ്പോൾ അതിനെപ്പറ്റി നല്ല അഭിപ്രായം കേട്ടു. കാരണം വെച്ചാൽ കൃഷ്ണകുമാർ സാറ് നല്ലൊരു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്നും അവിടെ നിന്ന് റിട്ടയറായി വന്നതുകൊണ്ട് പിന്നെ ആളെപ്പറ്റി നല്ല അഭിപ്രായങ്ങളും കേട്ടതുകൊണ്ടും ഞാൻ പിന്നെ അവിടുത്തെ സർവീസ് വളരെ നല്ലതാണ്. ബാങ്കിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് എല്ലാ സർവീസും അവർ ചെയ്തു തരുന്നുണ്ട്. വീണ്ടും അതേമാതിരി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി നന്ദി. ഹായ്, ഞാൻ ശ്രുതി, തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശിയാണ്. 2 ഇയേഴ്സ് ബാക്കാണ് ഞാൻ ഒലിവിയെ കുറിച്ച് പേഴ്സണലായി കേൾക്കുന്നത്. ഒബ്വിയസ്ലി അവരുടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ഞാൻ അവർക്ക് ശ്രദ്ധിക്കാൻ കാരണമായത്. കാരണം അന്ന് തന്നെ അവർ ബാങ്കുകളെക്കാളും അല്ലെങ്കിൽ തന്നെ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ്സിനെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. സോ ഒബ്വിയസ്ലി ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ നല്ലൊരു കസ്റ്റമർ സർവീസാണ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അവരെനിക്ക് ക്ലിയർ ആയിട്ട് സ്കീമുകളെ കുറിച്ച് പറഞ്ഞു തന്നു, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇപ്പോൾ 2 ഇയേഴ്സ് ആയി ഞാൻ അവരുടെ കസ്റ്റമറാണ്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും കസ്റ്റമർ സർവീസും ഒക്കെ കണ്ടിട്ട് എൻ്റെ അമ്മയും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു. ഞാൻ കൃഷ്ണ, നിങ്ങളുടെ ഒരു കസ്റ്റമറാണ്. ഏകദേശം 30 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇടാൻ കാരണം. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബാങ്കിങ്ങും വളരെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മാനേജറും വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങളിലേക്ക് പോണേ. ഈ സർവീസ് ഇതേപോലെ തുടർന്ന് പോകണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ ബെൻസൺ ജോർജ്. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഞാൻ ഒലിവിയുമായിട്ട് കഴിഞ്ഞ 2 വർഷം സഞ്ചരിക്കുന്ന ഒരാളാണ്. വളരെ നല്ല എക്സലൻറ്റ് സർവീസാണ് അവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴായിട്ട് നമുക്ക് ലഭിക്കുന്നത്. 3 കാര്യങ്ങളാണ്
എനിക്ക് നിർബന്ധമുള്ളത്. ഒന്ന് ട്രസ്റ്റ്, രണ്ടാമത്തെ ഒരു കാര്യം ഇൻട്രസ്റ്റ് റേറ്റ്, ആൻഡ് തേർഡ് വൺ ലിക്വിഡിറ്റി. ഈ 3 കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഒലീവിയയായിട്ടുള്ള ഒരു വിശ്വാസം. താങ്ക് യു. അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ കുറ്റിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ 2 കൊല്ലമായിട്ട് ഒലീവിയ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവെ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ടാണ്. ഇൻട്രസ്റ്റ് എല്ലാം കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട്. മാക്സിമം ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തായാലും നല്ലൊരു സമയമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് അർജുൻ. ഞാൻ തിരൂർ സ്വദേശിയാണ്. കറൻ്റ്ലി മെഡിക്കൽ റെപ്പായിട്ട് ഫോർട്സ് എന്ന് പറഞ്ഞ ഒരു ചെന്നൈ ബേസ്ഡ് കമ്പനിയിൽ ഒരു ഫാർമ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് തിരൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ജോലിക്കൊക്കെ കയറി നമുക്ക് പൈസ കിട്ടുമ്പോഴായിരിക്കും വാട്ട് നെക്സ്റ്റ്, ഈ പൈസ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മളെല്ലാവരും വരും. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് എല്ലാം പറഞ്ഞ് ഞാൻ കുറിയെ പറ്റിയിട്ടും മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞു. ഫ്രണ്ട്സ് വഴി സ്റ്റോക്കിനെ പറ്റിയിട്ടും ഒക്കെ കേൾക്കാനിടയിൽ പിന്നെ നമ്മൾ നമ്മളെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ കുറേ സ്റ്റോക്കിനെ പറ്റിയിട്ട് അങ്ങനെ കുറേ ഡാറ്റാസ് അല്ലെങ്കിൽ നോളേജ് നമുക്ക് കിട്ടാൻ തുടങ്ങി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്താണ് ഈ നോൺ ബാങ്കിങ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു ഈ ബജാജും മുത്തൂറ്റൊക്കെ പോലത്തെയാണ്. പക്ഷേ എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നിട്ടില്ല. ഞാൻ അങ്ങനെ അവരുടെ സ്കീമുകളൊന്നും അന്വേഷിച്ചിട്ടുമില്ല. ഞാൻ നോർമലി നോർമൽ ബാങ്ക്സിലാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരെനിക്ക് തന്ന ചെറിയൊരു പിക്ചറിൽ എനിക്ക് മനസ്സിലായി ഇതൊരു സംതിങ് ഇൻ ദിസ്. അതായത് ഇങ്ങനത്തെ ഒരു സെക്ടർ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവർ 2 പേരും പ്രൊവൈഡ് ചെയ്യുന്ന എന്താ ഡിഫറൻസ് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ നോക്കി. ഞാൻ ഇതിനെ പറ്റിയിട്ട് ശരിക്കും കുറച്ചൊന്ന് നോക്കി. എനിക്ക് കുറേ കൺഫ്യൂഷൻസ് വന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇവർ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഞാനിവരെ വിളിച്ചു. എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെന്താണ് സംഗതി, എന്താണ് നോൺ ബാങ്കിങ്, എന്താണ് ബാങ്കിങ്, ഈ സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ക്ലാസ് എടുത്തു തന്നു. എനിക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു ദിവസം ബാങ്കിലേക്ക് പോവാം, നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം പോവുകയാണ്. അങ്ങനെ പോയി അവരെ മീറ്റ് ചെയ്തു. എങ്ങനെ അവർക്ക് എൻ്റെ മൈൻഡ് മനസ്സിലായെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ പേഴ്സണൽ ലോണിൻ്റെ കാര്യം എന്ത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. കാരണം കുറേ സ്കീമുകൾ ഉണ്ടെങ്കിൽ കൂടെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഇൻവെസ്റ്റിംഗ് സ്കീമിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് അവർ റീഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. അങ്ങനെ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നു. 12% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു സ്കീമുണ്ട്, അത് ചെയ്ത് നോക്ക്, അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ക്ലാസ്സൊക്കെ എനിക്ക് തന്നു. അപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, റിസ്ക് എടുക്കണം, മണി മേക്സ് മണി എന്നുള്ളൊരു തോട്ടാണ് എനിക്ക്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 12% ഇൻട്രസ്റ്റ് കിട്ടുന്നത് അത്ര ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെ വളരെ കോൺഫിഡൻറ്റോട് കൂടി നെക്സ്റ്റ് വീക്ക് തന്നെ ഞാൻ അവരുടെ അടുത്ത് ഒരു 1 lakh ആയിട്ട് ചെല്ലുന്നു. അവരെനിക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് നമുക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടില്ലേ, ഉറപ്പല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ നീ നേരെ അങ്ങ് പോരെന്നും പറഞ്ഞു. അപ്പോൾ ആ കോൺഫിഡൻസിൽ ഞാൻ അവിടെ നിന്ന് പോന്നു. ഫെർദർ എനിക്ക് അങ്ങോട്ട് ഒരു 6 months എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ ഇത് വന്നുകൊണ്ടിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിഗ്രറ്റ് അടിച്ചു. കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ അധികം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. കാരണം ഇത് ഇത്രയും കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു റിഗ്രറ്റ് വന്നു. ഞാൻ വീണ്ടും ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം. അങ്ങനെ അവർ പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടിൽ നൗ ഞാൻ അതിൽ മോർ ദാൻ 5 lakhs ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് എല്ലാ മാസവും അതിൻ്റെ ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് റിട്ടേൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ആ കോൺഫിഡൻറ്റ്, അതായത് അവർ തന്നൊരു കോൺഫിഡൻറ്റിലാണ് ഞാനവിടെ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ടെൻഷനില്ല. അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കാണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു നല്ലൊരു പ്ലാനായിട്ട് എനിക്ക് തോന്നി. അതുപോലെ വേറെ ഒരുപാട് നല്ല സ്കീമുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എനിക്കതിൻ്റെ യൂസ് വരാത്തതിനെ കൊണ്ടാണ്. താങ്ക്സ് ഒലീവിയ, താങ്ക് യു. എൻ്റെ പേര് ശശികുമാർ, ഞാൻ ജേർണലിസ്റ്റാണ്. കൃത്യമായ രീതിയിൽ സമയത്ത് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് എല്ലാം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് വരും. അത് റിന്യൂ ചെയ്യേണ്ട സമയം വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടുന്ന് ഓർമ്മിപ്പിക്കുകയും അത് കൃത്യമായിട്ട് റിന്യൂ ചെയ്തു തരും. ഇപ്പോൾ 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നൽകാറുണ്ട്. നല്ല സർവീസാണ്, നല്ല വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും അവർ തരുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനമാണ് ഒലീവിയ എന്ന് തറപ്പിച്ച് പറയാൻ സാധിക്കും. നിങ്ങളെ ഞാൻ അതിലേക്ക് തീർച്ചയായിട്ടും നിർദ്ദേശിക്കുന്നു. നമസ്കാരം, ഞാൻ രാജലക്ഷ്മി.
റിട്ടയർഡ് അധ്യാപികയാണ്. എൻ്റെ വീട് കൊയിലാണ്ടിയിൽ നിന്ന് ഇപ്പോൾ താമസിച്ച് 20 വർഷമായി. പല ബാങ്കുകളെ ആശ്രയിക്കലുണ്ടായിരുന്നു. എൻ്റെ പെൻഷനൊക്കെ ബാങ്ക് മുഖാന്തരം വാങ്ങുന്ന വ്യക്തിയാണ്. ഇപ്പം ഒലീവിയ ധനകാര്യ സ്ഥാപനം വന്ന ശേഷം 3 വർഷമായി ഞാൻ തുടർച്ചയായി ആ ബാങ്കുമായിട്ട് പണമിടപാട് നടത്തുന്നുണ്ട്. ഓരോ വർഷത്തെ FD വല്ലതും എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഓരോ വർഷത്തേക്ക് ഞാൻ കൊടുക്കും. ഈ 3 വർഷവും ഒരു ബുദ്ധിമുട്ടും ബാങ്കിലേക്ക് പോവുക, അവിടുത്തെ പണത്തിന് വേണ്ടി കാത്തിരിക്കുക, ഒന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഒലീവിയ ധനകാര്യ സ്ഥാപനം വളരെ നല്ല ഇത് എല്ലാ കാര്യത്തിനും ഇനി ഒരുപാട് നന്നായി എന്ന് കരുതുന്നു. എന്തുകൊണ്ടും ഒലീവിയ ഞങ്ങൾക്ക് വളരെ തൃപ്തികരമാണ്.